ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടാറായിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ലോഡഡ് ഫ്രൈസ്, ചിക്കനും ചീസും ചേർത്തിട്ട് രണ്ടും കൂടിയിട്ടുള്ളൊരു ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2-3 ഐറ്റം ഉണ്ടാക്കണം. അപ്പം ആദ്യം നമുക്കെന്നാൽ ചിക്കൻ ഉണ്ടാക്കാം. ചിക്കനിൽ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി, ഇത് 4 കൂടി നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെച്ചു. ഒരു മാരിനേറ്റ് ചെയ്തിട്ടൊരു 1 hour വെച്ചു. 1 hour വെച്ചിട്ട് നമ്മളിതൊരു നോൺ സ്റ്റിക്കിൽ ഒന്ന് ഒരു അധികം ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, വളരെ ഓയിൽ കുറച്ചിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് അത് ആക്ച്വലി ഇത് പീസാക്കിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചു. അടുത്ത് നമുക്ക് ഉണ്ടാക്കേണ്ടത് ഫ്രഞ്ച് ഫ്രൈസാണ്. അതിന് വേണ്ടി പൊട്ടാറ്റോ ഇങ്ങനെ മുറിച്ചു. എന്നിട്ടത് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു പാനിൽ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് തിളയ്ക്കുമ്പോൾ പൊട്ടറ്റോ ഇട്ടു. എന്നിട്ട് അത് തിളച്ച് ഏകദേശം വെന്ത് കഴിയുന്ന സമയത്ത് നമ്മളൊരു ഓട്ടപാത്രമില്ലേ, അതിലേക്ക് ഒഴിച്ച് വെള്ളം ഊറ്റിയെടുത്തു. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് ഞാൻ എയർ ഫ്രയറിലും വെച്ചു, കുറച്ച് ഞാൻ പാനിലും വെച്ചു, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. സാധാരണ പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള വൈറ്റ് സോസാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തത് പനീറിൻ്റെ ക്യൂബ്സ് ഇല്ലേ, പനീർ, തൈര്, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ മല്ലിയില, ഇത് 4 കൂടിയാണ് ഞാൻ ആഡ് ചെയ്തത് ഈ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത പൊട്ടറ്റോ നമുക്ക് ഒരു പാത്രത്തിലെടുത്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് സോസ് ഒഴിച്ചു. പിന്നെ നമ്മൾ ചിക്കൻ മുറിച്ചത് ഫുള്ളിങ്ങനെ പരത്തിയിട്ടു. അതിൻ്റെ മുകളിൽ പിന്നെ സോസ് ഒഴിച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഒരു ലെയറും കൂടി പൊട്ടറ്റോ ഇടും. പിന്നെ വീണ്ടും ഇതന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ പൊട്ടറ്റോയും ഈ വൈറ്റ് സോസും എന്താ പറയുക ടൊമാറ്റോ സോസും ചിക്കനും എല്ലാം മാറിയിടും. അങ്ങനെ ബാക്കി ഓൾമോസ്റ്റ് ഇങ്ങനെ ഫില്ലായി വരിക കേട്ടോ. ബാക്കി മുകളിലെല്ലാം നമ്മൾ ബാക്കി സാധനങ്ങളാണ് ഫില്ലാക്കുന്നത്. പൊട്ടറ്റോ 2 ലെയർ ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫൈനലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മെയിൻ സാധനം എടുത്തത് ചീസ് ഇതെല്ലാം ഒന്ന് ഫില്ലായി നിറഞ്ഞ് വരുന്ന സമയത്ത് മുകളിലാണ് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം പിന്നെ അതിനിടയിൽ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടു, പിന്നെ ഒറിഗാനോ ഇട്ടു. അപ്പം ഇതിൽ നമ്മൾ പിന്നെ ചീസ് ആക്ച്വലി ഞാനിട്ടത് സാധാരണ മറ്റേ സ്ലൈസ്ഡ് ചീസല്ല, മറ്റേതാണ്. സ്ലൈസ് ചീസും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. സ്ലൈസ് ചെയ്ത് 2 സ്ലൈസ് മുകളിൽ വെച്ച് കൊടുത്തിട്ടും ചെയ്താൽ മതി. എന്നിട്ട് ചീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് മെൽറ്റ് ചെയ്യണം. എന്നാലാണ് ആ ഒരു ഭയങ്കര ക്രീമി ഫോമിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ടു കേട്ടോ. ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, അതെല്ലാം ഇട്ടു. അത് കഴിഞ്ഞ് ഇതാണ് ഞാൻ ചീസ് ഇടുന്നത്. ചീസിട്ട് മുകളിൽ ഫുള്ള് ഞാൻ പരത്തിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാനിതൊരു 2 മിനിറ്റ് ഞാൻ എയർ ഫ്രയറിൽ കൊണ്ടുവച്ചു. എയർ ഫ്രയറിൽ തന്നെ വെക്കണമെന്നില്ല, എങ്ങനെയാണെങ്കിലും നമുക്കൊന്ന് ഹീറ്റ് ആവണം, ആ ചീസ് മെൽറ്റ് ആവണമെന്നേ ഉള്ളൂ. അടിപൊളി സാധനം കേട്ടോ, അത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.